ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വർഗ്ഗത്തിലെ ദൈവം നൽകി തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ ചിന്തയ്ക്കായിട്ട് ഇന്ന് തന്നെ അനുദപിച്ച് ക്രിസ്തുവിൻ്റെ നീതിയുടെ അങ്കി സ്വീകരിക്കുക എന്നുള്ളതായ ഹെഡിങ്ങാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾ തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനമാണ് നമുക്ക് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം നൽകപ്പെട്ടിരിക്കുന്നത്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായും നാം അന്വേഷിക്കുമ്പോൾ അത് കണ്ടെത്തുകയും മുട്ടുമ്പോൾ തുറന്നു കിട്ടുകയും ചെയ്യുന്നതായ ആ വാതിലിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ആ വാതിലും ആ മുട്ടുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് എന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതായ സകല നന്മകളും നൽകിത്തരുന്നതായ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പാവി മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് തീർച്ചയായിട്ടും ഇവിടെ വായിച്ചതായ ആ വാക്യത്തിൻ്റെതായ യഥാർത്ഥ അർത്ഥത്തിലേക്ക് മനസ്സിലാക്കി കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നതായ ഒരു പാവി അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് വെണ്മ പോലെ മായ്ച്ചു കളയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അത് മറന്നു കളയുവാൻ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി ചിന്തിയതായ യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തത്തോളം ഊറ്റിക്കൊടുത്ത ആ കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ എൻ്റെ പാവങ്ങളെ ക്ഷമിക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ, എന്നെ കരുതുവാൻ ഒക്കെയും എന്നെ സ്നേഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ അർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തീർച്ചയായും ആ വ്യക്തിയുടേതായ ജീവിതത്തിൽ അവന് നിത്യ രാജ്യം കണ്ടെത്തുവാൻ സാധിക്കുന്നു, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ദൈവസന്നിധി യാചിക്കുന്നതായ കാര്യങ്ങളെയൊക്കെയും നൽകുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം സ്നേഹമുള്ളവനാണ് എന്ന് വിളിച്ചു പറയുകയാണ്. സത്യത്തെ നാം അന്വേഷിക്കുമ്പോൾ അത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമുക്ക് തുറന്നു കിട്ടാത്ത വാതിലുകളിൽ നാം മുട്ടുമ്പോൾ തീർച്ചയായും സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അത് തുറന്നു കിട്ടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ ഹൃദയങ്ങളും സമർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു ചെല്ലുന്നെങ്കിൽ നിശ്ചയമായും നമ്മുടെ പാപങ്ങളെയൊക്കെയും ക്ഷമിച്ച് തന്നുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചതായ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിത്തീരുമ്പോൾ തീർച്ചയായും നാം ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നാം കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പലപ്പോഴും കഷ്ടങ്ങളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കി ദൈവത്തോട് പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നതായ ആ നല്ല അനുഭവത്തിൽ നാം പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെയും ദൈവം നൽകിത്തേണ്ട സമയത്ത് തക്ക സമയത്ത് നമുക്ക് നൽകിത്തന്ന് നമ്മെ ഇത്രത്തോളം പരിപാലിച്ച് അനുഗ്രഹിച്ചതായ വിധങ്ങളെയൊക്കെയും നാം ഓർക്കുമ്പോൾ തീർച്ചയായും നാം അന്വേഷിക്കുന്നവർക്ക് സത്യം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് ദൈവം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ആ ദൈവത്തിൻ്റെതായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെയുള്ള സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ഭാവി എപ്രകാരം ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം, ആരോടാണ് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതെന്ന് നോക്കിയും ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാം എന്നാൽ
മാനുഷികമായി പലരുടെയും മുന്നിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാവങ്ങളെ, നമ്മുടെ ബലഹീനതകളെയൊക്കെയും ഏറ്റുപറയേണ്ടതായ ചില അനുഭവത്തിലൂടെ ചില വ്യക്തികൾ പഠിപ്പിക്കുകയും അതിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നാം മനുഷ്യരോടല്ല നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യ ദൈവങ്ങൾ പലരുമുണ്ട് ഈ ലോകത്തിൽ. അത് ഒരു ദൈവത്തിന് പനിയാണെന്നും പറഞ്ഞ് അടുത്ത നാളിൽ ഹോസ്പിറ്റലിലായിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കൊറോണ വാക്സിൻ എടുത്തതായ ദൈവങ്ങളുണ്ട്. അപ്പോൾ മാനുഷികമായ ദൈവങ്ങളാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരുടേതായ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആയിരിക്കുകയും അവരുടെ അടുത്ത് പോയി തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുമ്പോൾ തങ്ങൾക്ക് പാപക്ഷമ ലഭിക്കുന്നുവെന്ന് ചിലർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഏക മധ്യസ്ഥനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയുന്നെങ്കിൽ ആ യേശു ക്രിസ്തുവിന് മാത്രമാണ് നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുവാനുള്ള അധികാരമുള്ളതെന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മെ നിർമ്മിച്ചവനായ, നമ്മെ പരിപാലിക്കുന്നവനായ, നമുക്ക് വേണ്ടി സകല നന്മകളും ചെയ്തു തന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏക മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു മാത്രമേ നമുക്കുള്ളൂ എന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അതൊക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന മനോഭാവത്തോടു കൂടെ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ചോദിക്കുന്നതായ കാര്യങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകി തരും. നാം സത്യം അന്വേഷിക്കുമ്പോൾ നമുക്കത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പല വാതിലുകളും നാം മുട്ടുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തുറന്ന് കിട്ടിയില്ല എന്ന് വരാം. എന്നാൽ തീർച്ചയായും വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം തുറക്കാത്ത വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുന്ന ആ നല്ല അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നാം കടന്നു ചെന്നുകൊണ്ട് ആ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് നാം ഈ പ്രഭാതത്തിൽ നാം മുന്നോട്ട് പോകുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നിത്യമായി നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ ആ സ്വർഗരാജ്യം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. ആ നല്ല അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തീർച്ചയായും ഒരു അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗം വളരെ സന്തോഷിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കുന്നതായ ഒരു നല്ല അനുഭവത്തിലേക്ക് പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ചോദിക്കുന്ന കാര്യങ്ങളെയൊക്കെയും സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകിത്തന്ന് അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നാം ദൈവത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ നാം ആയിരിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിൽ തീർച്ചയായും ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. അതിനുവേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. അപ്രകാരം ജീവിപ്പാനുള്ളതായ ആത്മീയ കൃപ തന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്ന് കർത്താവേ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കടഭാരത്താലോ രോഗത്താലോ ദുഃഖത്താലോ പ്രയാസത്താലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ ഞങ്ങളുടെ വചനമയച്ച് അവർക്ക് പൂർണ്ണമായി സൗഖ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെയും കൊടുത്ത് പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.